കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി-സോൺ കലോത്സവത്തിലെ ആക്രമണത്തിന് ശേഷം കെ.എസ്.യുക്കാർ രക്ഷപ്പെടാൻ ഉപയോഗിച്ചത് ആംബുലൻസ്. തങ്ങൾ സേഫാണെന്ന് പറഞ്ഞുകൊണ്ട് ആംബുലൻസിനകത്തു നിന്നുള്ള സെൽഫി അക്രമികൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി. അതേസമയം എസ്.എഫ്.ഐ പ്രവർത്തകരുടെ പരാതിയിൽ കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അടക്കം 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരിക്കേറ്റ കെ.എസ്.യു പ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് ആക്രമിക്കപ്പെട്ടുവെന്ന വ്യാജ ആരോപണമാണ് കെ.എസ്.യു നേതാവിൻ്റെ സെൽഫിയിലൂടെ പൊളിഞ്ഞത്. ആംബുലൻസ് യാത്ര നോം സേഫാണ് എന്ന അടിക്കുറിപ്പിലാണ് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ മുൻ ചെയർമാനും കെ.എസ്.യു നേതാവുമായ എൽവിൻ ആംബുലൻസിൽ നിന്നുള്ള സെൽഫി പോസ്റ്റ് ചെയ്തത്. ഈ ഫോട്ടോയാണ് പുറത്തു വന്നിരിക്കുന്നത്. എസ്.എഫ്.ഐ നേതാവ് ആശിഷ് കൃഷ്ണ നൽകിയ പരാതിയിലാണ് കെ.എസ്.യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, സംസ്ഥാന ട്രഷറർ സച്ചിൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സുദേവ് എന്നിവർ മാള പോലീസിന്റെ പിടിയിലായത്. ആലുവയിൽ നിന്നാണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. തിങ്കളാഴ്ച രാത്രി 11:30യോടെയാണ് കേസിനാസ്പദമായ സംഭവം. മാള ഹോളിക്രോസ് കോളേജിൽ നടക്കുന്ന ഡി-സോൺ കലോത്സവത്തിലെ മത്സരവിധിയിലെ അപാകതകൾ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരത്തിലാണ് ആശിഷ് കൃഷ്ണയെ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ മാരകായുധങ്ങളുമായി ആക്രമിച്ചത്. കൈരളി ന്യൂസ്, തൃശൂർ.